ഹലോ ഹായ് നമസ്കാരം. സഹകാരി പി എസ് സിയുടെ പുതിയൊരു PYQ സീരീസ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് 10th ലെവലിൽ വരുന്ന 160/2023 എന്ന് പറയുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഒരു 80 ചോദ്യങ്ങൾ അടങ്ങുന്ന GK ക്വസ്റ്റ്യൻസിൽ ഒരു 80 ക്വസ്റ്റ്യൻസ് വരുന്ന ചോദ്യങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് SCRT റിലേറ്റ് ചെയ്ത് കൂടി നമ്മുടെ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബാക്കിയുള്ള പോർഷൻസും കൂടി ഇവിടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക, ഒരു ബുക്കും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. ഓരോ ചോദ്യം വരുമ്പോഴും ആൻസർ ചെയ്ത് പോവുക, പോസ് ചെയ്ത് ആൻസർ ചെയ്യുക. ലാസ്റ്റ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കൂടി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലോട്ട് കടക്കാം. ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയായവയാണ് തിരഞ്ഞെടുക്കേണ്ടത്. A സ്റ്റേറ്റ്മെന്റ് ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ്. അതുപോലെ C ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്ന എന്താ, 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ഇസ്രോയാണ് നിർമ്മിച്ചത് എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണ്. Aയും Bയും Cയും ശരിയാണ്. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഒരു ഉപഗ്രഹ അധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. ഇത് ഇസ്രോയാണ് വികസിപ്പിച്ചത്. ഏതിന് ബദലായിട്ടാണ്? ഗൂഗിൾ എർത്തിന് ബദലായിട്ട് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനമാണ് ഭുവൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഓപ്ഷനും ശരിയാണ്. അതായത് Aയും Bയും Cയും എന്ന് പറയുന്ന ഓപ്ഷൻ ശരിയാണ് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ: മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2023 ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കറണ്ട് അഫയേഴ്സ് ഫാക്റ്റ് ആണ്. മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകൻ ആരാണ് വാർത്താ അവതാരകൻ? ഇവാനാണ് കേട്ടോ. മലയാള ദൃശ്യ മാധ്യമ ചരിത്രത്തിലെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മീഡിയ വൺ ചാനലിലാണ് ഈ ഒരു AI അവതാരകനെ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അപ്പോൾ ആ പേരെന്താണ്? ഇവാൻ എന്നാണ്. ഓർക്കുക, മലയാള ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ഇവാൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. എപ്പോഴും പറയുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം നോക്കുക, ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണോ പറഞ്ഞിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം സ്റ്റേറ്റ്മെന്റ്സിലോട്ട് പോവുക. ഇല്ലെങ്കിൽ ശരിയായത് നിങ്ങൾ തെറ്റെന്ന് കാണിക്കും, തെറ്റായിട്ടുള്ളത് ശരിയായിട്ടും ഉത്തരം കറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് മാത്രം ബാക്കി താഴോട്ടുള്ളത് വായിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രസ്താവന വായിക്കാം. GST എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. GST എന്നതിൻ്റെ പൂർണ്ണ രൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണെന്ന് പറയുന്നു. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത് എന്ന് പറയുന്നു. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. അത് കഴിഞ്ഞ ഓപ്ഷൻ ഡിയിൽ പറയുന്നത് എന്താണ്? ഇതൊരു പ്രത്യക്ഷ നികുതിയാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് തന്നെയാണ് GSTയുടെ പൂർണ്ണ രൂപം. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ശരി തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രസ്താവന നോക്കിക്കേ. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത് എന്ന് പറയുന്നു. 103-ാം ഭരണഘടനാ ഭേദഗതിയാണോ? അല്ല. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നിലവിൽ വന്നത്. ഇനി C സ്റ്റേറ്റ്മെന്റിൽ തന്നിരിക്കുന്നത് എന്താണ്? 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത് എന്ന് പറയുന്നു. അത് ശരിയാണ്. 2017 ജൂലൈ 1-നാണ് GST നിയമം നിലവിൽ വന്നത്. ഡി പ്രസ്താവനയിൽ എന്താണ് പറയുന്നത്? ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാക്സ് ആണ്. പരോക്ഷ നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GST ഒരു പ്രത്യക്ഷ നികുതിയാണോ? നമ്മൾ നേരിട്ടാണോ GST പേ ചെയ്യുന്നത്? അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസ് വരുന്നത് ഡയറക്റ്റ് ആയിട്ടാണോ? അല്ല. GST എന്ന് പറയുന്നത് ഒരു പരോക്ഷ നികുതിയാണ്, ഇൻഡയറക്റ്റ് ടാക്സ് ആയിട്ടാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി തെറ്റാണ്. അതായത് സ്റ്റേറ്റ്മെന്റ് ഡി എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ശരിയായ ജോഡികൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എയും സിയും മാത്രമാണ്. അത് ഉത്തരമായിട്ട് വരുന്നത് സിയിലാണ്. ഓപ്ഷൻ സി ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCRT പുസ്തകത്തിൽ കുറച്ച് പോയിന്റ്സ്, അതായത് GSTയെ കുറിച്ച് പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് നോക്കാം. ക്ലാസ് 7-ലെ സോഷ്യൽ സയൻസിന്റെ പാർട്ട് 2-ൽ
ബജറ്റ് വികസനത്തിന്റെ നേർരേഖ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലാണ് GST യെ കുറിച്ചുള്ള ഈ ഒരു പോർഷൻ തന്നിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് പറയാം. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101-ാം ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 കണ്ടോ പോയിന്റ്സ് എവിടെ നിന്നാണ് ഈ ഒരു ചോദ്യം വരുന്നതെന്നുള്ളത് നിങ്ങൾ കാണുക. 2017 ജൂലൈ 1 101-ാം ഭരണഘടനയിലെ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ഈ ഒരു GST എന്ന് പറയുന്നത്. ഏകീകൃത പരോക്ഷ നികുതി, പ്രത്യക്ഷ നികുതിയല്ല, പരോക്ഷ നികുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ടാക്സ് എന്നാണ് പരോക്ഷ നികുതിയുടെ ഇംഗ്ലീഷിലെ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പരോക്ഷ നികുതി. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം. നിലവിൽ 0, 5, 12, 18, 28 എന്ന് തരുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ നോക്കണ്ട, കാരണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള കാര്യം ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതായത് നമുക്കറിയാം GST സ്ലാബ് റേറ്റിൽ വന്നിട്ടുള്ള വ്യത്യാസം നമുക്കറിയാം. അതുകൊണ്ട് ഇത് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഇങ്ങനെയുള്ള GST നിരക്കുകളാണ് ഉപഭോക്താക്കൾക്ക് GST നൽകേണ്ടത്. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ GST നിരക്കിൽ മാറ്റം വന്നിട്ടുണ്ട്. നിലവിലെ GST നിരക്ക് എന്ന് പറയുന്നത് ഒരു 3 ടയർ സിസ്റ്റത്തിലോട്ട് മാറിയിട്ടുണ്ട്. അതായത് 5%, അതുപോലെ 18%, അതുപോലെ 40% എന്നീ GST നിരക്കുകളാണ് നിലവിൽ ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒരു 3 ടയർ സിസ്റ്റത്തിലോട്ടാണ് GST നിരക്ക് മാറിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ളത് ഏതൊക്കെയാണ്? 5%, 18%, 40% എന്ന് പറയുന്ന ഈ 3 GST നിരക്കുകളാണ് നിലവിൽ ഉള്ളത്. ഇതെന്നാണ് പ്രാബല്യത്തിൽ വന്നത്, അല്ലെങ്കിൽ പുതിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 22-നാണ്. 2025 സെപ്റ്റംബർ 22-നാണ് ഈ പുതുക്കിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നത്. സെപ്റ്റംബർ 22, 2025. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഏതൊക്കെയാണ് ഇപ്പോൾ നിലവിലുള്ള GST നിരക്കുകൾ എന്ന് പറയുന്നത്? 5%, 18% ആൻഡ് 40% ആണ് നിലവിലെ GST നിരക്കുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 101-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നിലവിൽ വന്ന രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു പരോക്ഷ നികുതി സമ്പ്രദായമാണ് GST. 2017 ജൂലൈ 1-നാണ് നിലവിൽ വന്നത്. 101-ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്നുകൂടി മറക്കാതെ ഓർക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതായത് PSCയിൽ വരുന്ന ചോദ്യങ്ങളുടെ മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ആൻസർ എല്ലാം തന്നിട്ടുണ്ട്. അതായത് ഒരു പദ്ധതിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് ചോദിക്കുന്നത്. എന്താണ് ആ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഏത് പദ്ധതി എന്നാണ് PSC ചോദിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറി വരുന്നുണ്ട്. അതനുസരിച്ച് നമ്മളും മാറണം. അതനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കിക്കേ, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നു. അതുപോലെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ് ഈ ഒരു പദ്ധതി എന്നും പറയുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ്, അതായത് തൊഴിലില്ലാത്ത ആൾക്കാരാണ് ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ ഈ പദ്ധതി അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണിത്. അതോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി എന്ത് ചെയ്തിട്ടുള്ളത്, ആരംഭിച്ചിട്ടുള്ളതെന്നും നോക്കുക. ഓപ്ഷൻസ് വായിച്ചേ. അന്ത്യോദയ അന്ന യോജന, അന്നപൂർണ, സ്വമിത്വ പദ്ധതി, അതുപോലെ സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെടാ? 4ാമത്തെ ചോദ്യത്തിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് D ആണ്. അതായത് എന്താണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്? സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ട് ആരംഭിച്ച ഒരു സ്വയം തൊഴിൽ പദ്ധതിയാണ്. ആരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ, അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത് ആർക്കാണ്? നഗരങ്ങളിൽ താമസിക്കുന്ന തൊഴിൽ രഹിതരായിട്ടുള്ളവർക്കാണ് ഈ പദ്ധതിയുടെ പ്രയോജനം. ഷഹരി റോസ്ഗാർ യോജന, ഷഹർ എന്ന് പറയുമ്പോൾ പട്ടണം, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. സ്വർണ്ണ ജയന്തി ഷഹരി റോസ്ഗാർ യോജന എന്ന് പറയുന്നത് നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്തതും കൂടി ഓർക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങളിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്.
ആദ്യം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലെ ഓപ്ഷൻസും വായിക്കാം, തന്നിരിക്കുന്ന പട്ടികയെ ഒന്ന് നോക്കാം. ഹോക്കി തന്നിട്ടുണ്ട് PT ഉഷ, മുംബൈ ഇന്ത്യൻസ്, വിശ്വനാഥൻ ആനന്ദ്. ഇനി ഇപ്പുറത്തെ ബി സെറ്റിൽ തന്നിട്ടുള്ള എന്താണ്? പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്, ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി, മൂന്നാമത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം, നാലാമതായിട്ട് CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ബി ഓപ്ഷനിലെ സെറ്റ് കാണുമ്പോൾ തന്നെ ചില ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ചെസ്, ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിശ്വനാഥൻ ആനന്ദിനെ കണക്ട് ചെയ്യാം. D2 ആണ് അല്ലേ? ഇതുപോലെ നിങ്ങൾ അറിയുന്നതൊന്ന് ജസ്റ്റ് ഫസ്റ്റ് ഇതുപോലെയൊക്കെ നോട്ട് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് നോക്കി തന്നെ ചില ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് എലിമിനേഷൻ മെത്തേഡിലൂടെയൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നോക്കിക്കേ, ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം ഏതായിരിക്കും? ഏതിനമാണ്? ഇവിടെ ആകെ ഒരു ഹോക്കി മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം, A3 ആണ്, ഹോക്കി ആണെന്നുള്ളത് കണക്ട് ചെയ്യാം. ഇനി അടുത്തത് PT ഉഷയും മുംബൈ ഇന്ത്യൻസുമാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? മുംബൈ ഇന്ത്യൻസ്, അതായത് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ഇനോഗ്രേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റത്തെ പ്രഥമ വനിതാ പ്രീമിയർ ലീഗിലെ വിന്നേഴ്സ് ആയത് ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം, മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. പിന്നെ ഉള്ളത് PT ഉഷയാണ്. CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ് ആർക്കാണ്? PT ഉഷയ്ക്കാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ ഏതെടുക്കാടാ? A3 ആണ് അല്ലേ? അതായത് ഹോക്കി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് നേടിയ ഇനമാണ്. PT ഉഷ CUKയുടെ പ്രഥമ ഓണററി ഡോക്ടറേറ്റ്, മുംബൈ ഇന്ത്യൻസ് പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് C1 ആണ്. അതുപോലെ D എന്ന് പറയുന്നത് ലോക ചെസ് ചാമ്പ്യൻ കിരീടം നേടി. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ A ആണ് ഇവിടെ ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നോക്കുക, ഈ തരത്തിലുള്ള എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ഈ ആൻസറിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നോക്കുക. കൂടുതൽ ഇങ്ങനെ കിടന്ന് ആലോചിച്ചിരിക്കാതെ അറിയുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആദ്യം കണക്ട് ചെയ്ത് ബാക്കി എലിമിനേഷൻ മെത്തേഡിലൂടെ ആ ഒരു ഉത്തരത്തിലോട്ട് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി നോക്കുക, ടൈം ലാഭിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്? നിത്യ ചൈതന്യ യതി, കരിഞ്ചന്ത എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പന്തി ഭോജനം, സഹോദരൻ അയ്യപ്പൻ എന്ന് തന്നിട്ടുണ്ട്. കുമാരനാശാൻ, ദുരവസ്ഥ എന്ന് തന്നിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതില് നിത്യ ചൈതന്യ യതി കരിഞ്ചന്തയുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല, അത് തെറ്റാണ്. പന്തി ഭോജനം സഹോദരൻ അയ്യപ്പനാണോ? പന്തി ഭോജനം അല്ല, തൈക്കാട് അയ്യയാണ് അല്ലെ പന്തി ഭോജനം എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ബി ഓപ്ഷനും അല്ല, തൈക്കാട് അയ്യ. അത് കഴിയുമ്പോൾ C ഓപ്ഷനിൽ കുമാരനാശാൻ, ദുരവസ്ഥ, ശരിയാണ്, കുമാരനാശാന്റെയാണ് ദുരവസ്ഥ എന്ന് പറയുന്നത്. അതുപോലെ വൈകുണ്ഠസ്വാമികൾ എന്താണ്? സമത്വ സമാജം, അതും ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സിയും ഡിയും ശരിയായിട്ട് വരുന്നു. ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? എയും ബിയും ആണ്. അപ്പോൾ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് എയും ബിയും തെറ്റാണ് എന്നാണ് തന്നിട്ടുള്ളത്. തെറ്റായ ജോഡികളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണടാ? ആദ്യം തന്നിട്ടുള്ള നിത്യ ചൈതന്യതി കരിഞ്ചന്ത എന്ന് പറയുന്നത്, പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്നതാണ് ഇവിടെ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. കരിമ്പന പട്ടകളിൽ കാറ്റു പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? കണ്ടോ, PSC ആമുഖത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വരിയാണ് തന്നിരിക്കുന്നത്. എന്നിട്ട് അത് ഏത് കൃതിയിൽ അല്ലെങ്കിൽ ഏത് എഴുത്തിലെയാണ് ഈ ഒരു ആമുഖം ഇങ്ങനെ തുടങ്ങുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കരിമ്പന പട്ടകളിൽ കാറ്റു പിടിക്കുന്ന പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതിയിൽ ഉള്ള ഒരു ആമുഖത്തിൽ, ആ കൃതിയിലെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നതാണ് ഈ ഒരു വാചകം എന്ന് പറയുന്നത്. അപ്പോൾ PSCയുടെ മാറ്റം ശ്രദ്ധിക്കുക. ആമുഖത്തിൽ തന്നിട്ടുള്ള ഒരു വരിയാണ് തന്നിരിക്കുന്നത്, എന്നിട്ട് അത് ഏത് കൃതിയിലെ ആണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ചേരുംപടി ചേർക്കുക. അടൂർ ഗോപാലകൃഷ്ണൻ, JC ഡാനിയൽ, റസൂൽ പൂക്കുട്ടി, തോപ്പിൽ ഭാസി, ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനി ബി സെറ്റിൽ നോക്കിക്കേ. ഓസ്കാർ നേടിയ ആദ്യ മലയാളി. അപ്പൊ തന്നെ നമുക്ക് കണക്ട് ആയി. ഓസ്കാർ നേടിയ ആദ്യ മലയാളി ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. അപ്പൊ C1 നമ്മൾ കണക്ട് ചെയ്തു. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്, ഓക്കെ, അവിടെ വിട്ടേക്കു. ചിലപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാവണം എന്നില്ല. അടുത്ത് നോക്കിക്കേ. മലയാള സിനിമയുടെ പിതാവ്, ഓപ്ഷൻ 3. മലയാള സിനിമയുടെ പിതാവ് ആരാണ്? നമുക്കറിയാം, നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ട് JC ഡാനിയൽ, B3. ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന അടിസ്ഥാനമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. അടുത്ത നോക്കിക്കേ. തോപ്പിൽ ഭാസി. അവിടെയും ചിലർക്ക് ഡൗട്ട്സ് വരാം.
അപ്പോൾ അതും അവിടെ നിർത്തുക. നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഈ 2 കാര്യങ്ങൾ വെച്ച് മാത്രം എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. B3 ആണ് എന്ന് തന്നിട്ടുണ്ട്. നമ്മുടെ ഓപ്ഷനിൽ നോക്കിക്കേ, B3 വരുന്ന ആകെ ഒരേ ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത്, അത് ഓപ്ഷൻ ബി ആണ്. അപ്പം തന്നെ നമുക്ക് ചൂസ് ചെയ്തൂടെ? ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 8ന്റെ ഉത്തരം ഏതാണെടാ? ഓപ്ഷൻ ബി ആണെന്നുള്ളത് നമുക്ക് അപ്പം തന്നെ ആൻസർ കിട്ടി. ബാക്കി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അറിയുന്ന ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം വെച്ചിട്ട് നമുക്ക് ബാക്കി ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഈ രീതിയിൽ നിങ്ങൾ എലിമിനേഷൻസ് യൂസ് ചെയ്യുക. ബാക്കി ഇങ്ങോട്ട് നമുക്ക് നോക്കാം. അപ്പോൾ B ആണ്, അതായത് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് നമ്മൾ പറഞ്ഞു. നോക്കിക്കേ, അടൂർ ഗോപാലകൃഷ്ണൻ എന്താണ്? A4 ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് ആര്? അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അതായത് ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. JC ഡാനിയൽ ആരാണടാ? മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? JC ഡാനിയൽ ആണ്. അതുപോലെ റസൂൽ പൂക്കുറ്റി, C1 റസൂൽ പൂക്കുറ്റി ഓസ്കാർ നേടിയ ആദ്യ മലയാളിയാണ് റസൂൽ പൂക്കുറ്റി. അതുപോലെ തോപ്പിൽ ഭാസി എന്താണ്? കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് തോപ്പിൽ ഭാസിയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഈ രീതിയിൽ നിങ്ങൾ ഉത്തരത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. 2023 G20 ഉച്ചകോടിയുടെ പ്രത്യേകത എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയായിരുന്നു ആതിഥേയത്വം വഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷെർപ്പ സമ്മേളനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ആ സമയത്ത്, അതായത് 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ഏതാണ്? കുമരകമാണ് കേട്ടോ. കുമരകമാണ് കേരളത്തിലെ ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ സ്ഥലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, 10ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. നമുക്ക് PSC ഇവിടെ അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. ശരിയായവ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നോക്കാം. കേരളത്തിന്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം എന്ന് തന്നിരിക്കുന്നു. അറിയാല്ലേ നമുക്ക് കേരളത്തിന്റെ തനത് നൃത്തരൂപം ഭരതനാട്യം ആണോ? അല്ല, തെറ്റാണ്. അടുത്ത ഓപ്ഷൻ ബി നോക്കിക്കേ, കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം എന്ന് തന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ അജന്ത എലോറ ഗുഹകൾ, അതുപോലെ താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ശരിയായവ കണ്ടെത്താൻ പറയുന്നു. ആദ്യം തന്നെ നമുക്ക് മനസ്സിലായി കേരളത്തിന്റെ തനത് നൃത്തരൂപം ഭരതനാട്യമല്ല, മോഹിനിയാട്ടമാണ് എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്, കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം എന്ന് പറയുന്നു. കർണാടകയുടെ അല്ല, കേരളത്തിന്റെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. അപ്പൊ അതും തെറ്റാണ്. ഇനി നോക്കിക്കേ, ഓപ്ഷൻ സി, ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവയാണ് അജന്ത എലോറ ഗുഹകളും അതുപോലെ താജ്മഹൽ എന്നിവയാണ്. അത് ശരിയാണ്. അതുപോലെ ഓപ്ഷൻ ഡി, ചരിത്രത്തെ അതായത് നമ്മുടെ ഹിസ്റ്ററിയെ പ്രസന്റുമായിട്ട് വർത്തമാന കാലവുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണ്ണികളെയാണ് സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. അത് ശരിയാണല്ലേ? ചരിത്രത്തെ നമ്മൾ ആ ചരിത്രം അറിയുന്നത് എങ്ങനെയാണ്? ഈ സ്മാരകങ്ങൾ കൂടിയും അല്ലെങ്കിൽ അതുപോലുള്ള ബാക്കി കാര്യങ്ങൾ കൂടിയാണ്. അപ്പോൾ ചരിത്രത്തെ വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ എന്ന് പറയുന്നത് ശരിയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിയായവ ഏതാണ്? സിയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. അത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് എന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 11ാമത്തെ ചോദ്യം, ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഓപ്ഷൻ എ മിനിക്കോയ് ദ്വീപ്, ഓപ്ഷൻ ബി അമിനി ദ്വീപ്, ഓപ്ഷൻ ബി കണ്ണൂർ ദ്വീപ്, ഓപ്ഷൻ ഡി അന്തമാൻ ദ്വീപ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കേ, ഇതിൽ ഏതാണെടാ ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്? നമുക്കറിയാം ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ആന്ത്രോത്ത് ആണ്. ആന്ത്രോത്ത് ദ്വീപാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ആ ഒരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. മിനിക്കോയ് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ലക്ഷദ്വീപ് സമൂഹത്തിലെ 2ാം സ്ഥാനത്തുള്ള വലിയ ദ്വീപാണ് മിനിക്കോയ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഉത്തരം ഇല്ല. ആന്ത്രോത്ത് ദ്വീപാണ് ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത്. അങ്ങനെ PSC എന്ത് ചെയ്തു? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. നമ്മുടെ SCERTയിൽ ഈ ഒരു ഐലൻഡ്സിനെ പറ്റിയിട്ട് ചെറിയൊരു പോർഷൻ തന്നിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. നമ്മുടെ സ്വന്തം ദ്വീപുകളിലേക്ക് കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലൂടെ ഏകദേശം 300 കിലോമീറ്റർ താണ്ടിയാൽ ലക്ഷദ്വീപിൽ എത്താൻ സാധിക്കും. 36 ദ്വീപുകളാണ് അറബിക്കടലിലെ ഈ ദ്വീപ സമൂഹത്തിലുള്ളത്. എത്ര ദ്വീപുകളാണുള്ളത്?
36 ദ്വീപുകൾ എന്ന് SCERT പറയുന്നുണ്ട്. ഇവയിൽ ഏകദേശം 11 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. ബംഗാരം, കടമത്ത്, മിനിക്കോയി, കവരത്തി, അഗത്തി, ആന്ത്രോത്ത്, കൽപ്പേനി, അമിനി ദ്വീപി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ദ്വീപുകൾ. കവരത്തിയാണ് ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്നും പറയുന്നുണ്ട്. അപ്പൊ അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കാം വരുന്നത്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം ഏതാണ്? കവരത്തിയാണ്. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്താണ്. 36 ദ്വീപുകളുണ്ട്. അതിൽ 11 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസം ഉള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. നമ്മുടെ സോഷ്യൽ സയൻസിലെ പാർട്ട് 2 വരുന്ന ഒരു പോർഷനാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ആണിത്. അതിൽ സോഷ്യൽ സയൻസിന്റെ സെക്കൻഡ് പാർട്ടിലെ പാർട്ട് 2 വരുന്ന ഒരു പോർഷനിൽ നിന്നാണ് ഈ ഒരു ഭാഗം വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, കൊച്ചിയിൽ നിന്ന് അറബിക്കടലിലേക്ക് ഏകദേശം 300 കിലോമീറ്റർ താണ്ടി കഴിഞ്ഞാൽ ലക്ഷദ്വീപിലെത്തും. 36 ദ്വീപുകളുണ്ട്. പ്രധാനമായും 11 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. അതുപോലെ ലക്ഷദ്വീപിന്റെ തലസ്ഥാനം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഏതാണ്? കവരത്തി ആണ് എന്ന് കൂടി ഓർക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നാണ് ചോദ്യം. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി, ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണെടാ? ഇവിടെ ഓപ്ഷനിൽ നീലഗിരി, ആനമുടി, അതുപോലെ ദൊഡോബേട്ട, കുമ്പാച്ചിമല എന്നിങ്ങനെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ് എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ സത്യത്തിൽ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്നുള്ള ഒരു ഓപ്ഷനിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് മീശപ്പുലിമലയാണ്. മൂന്നാമതാണ് ദൊഡാബെട്ട എന്ന് വരുന്നത്. അങ്ങനെ PSC എന്ത് ചെയ്തു? ഈ ഒരു ക്വസ്റ്റ്യനും ക്യാൻസൽ ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയാണ് ദക്ഷിണ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത്. എവിടെയായിട്ടാണ് അത് വരുന്നത്? കേരളത്തിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് വരുന്നത്. 2695 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു ഉയരം എന്ന് പറയുന്നത്. അതുപോലെ മീശപ്പുലിമലയാണ് രണ്ടാം സ്ഥാനത്ത് വരുന്നത്. ഉയരത്തിൻ്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് ആരാണ്? മീശപ്പുലിമലയാണ്. അത് 2640 മീറ്റർ ആണ് അതിൻ്റെ ഒരു ഉയരക്കണക്ക് വരുന്നത്. ഇനി ദൊഡാബേട്ട എത്രയാണ്? ദൊഡാബേട്ട വരുന്നത് 2637 മീറ്റർ ആണ്. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ദൊഡാബേട്ട വരുന്നത് എവിടെയാണ്? നീലഗിരി കുന്നുകളിലാണ്. 2637 മീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായിട്ട് മീശപ്പുലിമല എന്നത് ഓപ്ഷനിൽ ഇല്ലാത്തത് കാരണം PSC ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. ഏറ്റവും ഉയരം കൂടിയത് ആനമുടിയാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഏതാണ്? മീശപ്പുലിമലയാണ്. മൂന്നാമതാണ് ദൊഡാബേട്ട വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. 13ാമത്തെ ചോദ്യം, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മൊളാസിസ് ബേസിൻ, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് PSC ചോദിച്ചിരിക്കുന്നത്. തമിഴ്നാട്, കർണാടക, മിസോറാം, ആസാം എന്നിങ്ങനെ ഉത്തരം ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണെടാ? മിസോറാം ആണ് കേട്ടോ. മിസോറാം ആണ് മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. കാരണം അവിടെ വളരെ കട്ടി കുറഞ്ഞതും സോഫ്റ്റ് ആയിട്ടതുമായിട്ടുള്ള സെഡിമെന്ററീസ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്നത് മിസോറാം സംസ്ഥാനത്തിലെ. അപ്പോൾ ഓർക്കുക, മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മിസോറാം ആണ് എന്ന് ഓർക്കുക. 14ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് ഏത് എന്നാണ് ചോദിക്കുന്നത്. PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ് കടലിടുക്കുകളെ പറ്റി. അപ്പോൾ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിൽ വരുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്കാണ്. പാക് സ്ട്രേറ്റ് ആണ് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിൽ വരുന്ന കടലിടുക്ക് എന്ന് പറയുന്നത് ഏതാണെടാ? പാക് സ്ട്രേറ്റ് ആണ്. പാക് കടലിടുക്കാണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, റൂർക്കേല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ്? PSCക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതായത് ഇരുമ്പ് ഉരുക്ക് ശാലകൾ ഉണ്ടല്ലോ, അത് നിർമ്മാണം ആരംഭിച്ച അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് അതിന്റെ നിർമ്മാണം നടന്നിട്ടുള്ളത്? അങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് നടന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ റഷ്യ, ബ്രിട്ടൻ, ഭൂട്ടാൻ, ജർമ്മനി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ്.
ജർമ്മനിയുടെ സഹകരണത്തോടു കൂടിയാണ് റൂർക്കേല നിർമ്മാണശാല ആരംഭിച്ചത്. SCERT-യിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ടിസ്കോ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ജംഷഡ്പൂർ ആണ്. ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഝാർഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏതെന്ന് പറയുന്നത്? ടിസ്കോ എന്ന് പറയുന്ന ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി എന്ന് പറയുന്നത്. അതായത് ടിസ്കോ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ജംഷഡ്പൂർ, ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ജംഷഡ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ടിസ്കോ. അടുത്തത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. കുൾട്ടി, ബർൺപൂർ, ഹിരാപൂർ എന്നീ പശ്ചിമ ബംഗാളിലെ സ്ഥലത്താണ് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയായ IISCO എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ സവിശേഷത എന്ന് പറയുന്നത് പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് IISCO. ഇങ്ങനെ ചോദിക്കാം PSC. അടുത്ത ചോദ്യം ഇങ്ങനെയായിരിക്കാം വരുന്നത്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ചോദിക്കുന്നതെങ്കിൽ ടിസ്കോ ആണ്. ടാറ്റ ഇരുമ്പുരുക്ക് ശാലയാണ് എന്ന് ഓർക്കുക. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, VISL, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഏതടാ? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഇത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. ഈ ടിസ്കോയും വിശ്വേശ്വരയ്യയും തിരിഞ്ഞു പോകരുത്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് വ്യവസായശാല. അതുപോലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത്? വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. അതുപോലെ അടുത്തതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായി. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ആരുടെ സഹായത്തോടെയാണ് ഭിലായി സ്ഥാപിച്ചത്? റഷ്യ. ക്ലിയർ ആയിട്ട് പഠിച്ചോ? അടുത്തൊരു ചോദ്യം ഇതാണ്. റഷ്യയുടെ സഹായത്തോടു കൂടി 1959 സ്ഥാപിച്ച സ്ഥാപനമാണ് ഏത്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിട്ടുള്ള ഭിലായി. ഭിലായി ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണ്? റഷ്യ. അടുത്തത് റൂർക്കേല. നമ്മുടെ ചോദ്യം ഇതായിരുന്നു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിട്ടുള്ള റൂർക്കേല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടു കൂടിയായിരുന്നു എന്നാണ് PSC ചോദിച്ചത്. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഏതടാ? റൂർക്കേല. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലെ സുന്ദർഗഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് SCERT ആണ്, അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. സുന്ദർഗഡ്, ഒഡീഷ. 1959 ജർമ്മനിയുടെ സഹായത്തോടു കൂടിയാണ് റൂർക്കേല സ്ഥാപിച്ചത്. അടുത്ത നോക്കിക്കേ, ദുർഗാപൂർ. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആയിട്ടുള്ള ദുർഗാപൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. 1962 UK-യുടെ സഹായത്തോടെ, UK-യുടെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ദുർഗാപൂർ സ്റ്റീൽ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ ദുർഗാപൂർ സ്റ്റീൽ ലിമിറ്റഡ് ആരുടെ സഹായത്തോടെയാണ്? UK. 1962. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിക്കേ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ. PSC എപ്പോഴും ചോദിക്കുന്നത് ഈ 4 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ബൊക്കാറോ സ്റ്റീൽ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഝാർഖണ്ഡിലാണ്. 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. റഷ്യ. അപ്പൊ ക്ലിയർ അല്ലേ? ഒന്നും കൂടി പറയാം. ഭിലായി ദുർഗിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഛത്തീസ്ഗഡിലെ ദുർഗിലാണ്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. റൂർക്കേല ഒഡീഷയിലെ സുന്ദർഗഡിൽ സ്ഥിതി ചെയ്യുന്നു. 1959 ജർമ്മനി. ദുർഗാപൂർ പശ്ചിമ ബംഗാൾ. 1962 UK-യുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത്. അതുപോലെ ബൊക്കാറോ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഝാർഖണ്ഡിലെ ബൊക്കാറോയിൽ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്. ഇത്രയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. SCERT-യിൽ തന്നിട്ടുള്ള കാര്യമായതുകൊണ്ട് ഉറപ്പായിട്ടും PSC ചോദിക്കും, ഇനിയും ചോദിക്കും. അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, പശ്ചിമഘട്ട മലനിരകളും പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം ഏതാണ്? പശ്ചിമഘട്ട മലനിരകളും
പൂർവ്വഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം നീലഗിരിയാണ് ഓർക്കുക, നീലഗിരി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗറിലാണ്. ഓർക്കുക, ജാംനഗറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി, എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്നും 5 ഇയർ പ്ലാൻസ് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം ഏതാണ്? 1951. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നമ്മുടെ ഈ ഒരു 5 ഇയർ പ്ലാനിനെ കുറിച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട് പഴയ SCERT-ൽ. അതിങ്ങനെയാണ്, ജസ്റ്റ് ഒന്ന് ഇത് മനസ്സിലാക്കി വെക്കുക. ഒന്നാം പഞ്ചവത്സര പദ്ധതി അതിന്റെ കാലയളവ് എന്നാണ്? 1951-56 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്ന് പറയുന്നത്. ഓരോ പഞ്ചവത്സര പദ്ധതികൾക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു? കാർഷിക മേഖലയുടെ വികസനമായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത നോക്കിക്കേ, രണ്ടാം പഞ്ചവത്സര പദ്ധതി വർഷം എന്നാണ്? 1956-61 ഏത്? നമ്മുടെ രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അവിടെ എന്തായിരുന്നു പ്രധാന ലക്ഷ്യം? വ്യവസായ വികസനമായിരുന്നു, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ആയിരുന്നു എവിടെ? രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66 ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവയായിരുന്നു മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. ഓർക്കുക, ഇത് PSC ചോദിക്കാറുണ്ട്, മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കുന്നതാണ്. ഇവിടെ വെച്ച് തന്നെ പഠിക്കുക. നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? സ്ഥിരതയോട് കൂടിയ വളർച്ചയും സ്വാശ്രയത്വവുമാണ്. സ്ഥിരതയോട് കൂടിയ വളർച്ച, സ്വാശ്രയത്വമാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ഇനി അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലയളവ് 1974-1979 ദാരിദ്ര്യ നിർമ്മാർജ്ജനം. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1974-79. ആറാം പഞ്ചവത്സര പദ്ധതി വരുന്നത് 1980-85 അതിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ്? കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതായിരുന്നു ആറാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്രയാണ്? 1985-1990 കാലയളവിലാണ് ഏഴാം പഞ്ചവത്സര പദ്ധതി. അവിടുത്തെ ലക്ഷ്യം എന്തായിരുന്നു? ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം, അതുപോലെ തൊഴിലവസരങ്ങളുടെ വർധനവ് എന്നിവയായിരുന്നു ഏഴാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്ത എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1992-97 കാലയളവിലാണ്. മാനവശേഷി വികസനമായിരുന്നു, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ആണ് എട്ടാം പഞ്ചവത്സര പദ്ധതി. ഒരു PYQ ആണ്. മാനവശേഷി വികസനം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്, അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. 1992-97 ആയിരുന്നു എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്. ഒൻപതാം പഞ്ചവത്സര പദ്ധതി 1997 മുതൽ 2002 വരെ എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമായിരുന്നു. ഗ്രാമീണ വികസനവും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങുമായിരുന്നു ഒമ്പതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. വികേന്ദ്രീകൃത ആസൂത്രണം, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും ഗ്രാമീണ വികസനവുമായിരുന്നു ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. പത്താം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2002 മുതൽ 2007 വരെയായിരുന്നു. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു പത്താം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി 11 ആണെങ്കിലോ 2007 മുതൽ 2012 കാലയളവിൽ ഉണ്ടായിരുന്നതാണ് 11ാം പഞ്ചവത്സര പദ്ധതി. മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്രമായിട്ടുള്ള ഒരു വികസനമാണ് 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നത്. 2007 മുതൽ 2012 വരെയായിരുന്നു. 12ാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലോ 2012 മുതൽ 2017 വരെ സുസ്ഥിര വികസനം ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ഒരു ടേബിള് നമ്മുടെ SCERT-ൽ തന്നിട്ടുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് അതുപോലെ എടുത്ത് PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ പഠിക്കുക. അതുകൊണ്ടാണ് ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 ആണ്. ആ 51 മുതൽ 2017 വരെ നീളുന്ന
12 പഞ്ചവത്സര പദ്ധതിയുടെ പട്ടികയാണ് ഈ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ബേസിക് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. അടുത്ത ചോദ്യം നോക്കിക്കേ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാമെന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് നിർദ്ദേശിക്കുന്നത്? സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അല്ലെങ്കിൽ അസോസിയേഷൻസ് രൂപീകരിക്കാമെന്ന് പറയുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 97ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇങ്ങനെ പറയുന്നത്. അടുത്ത നോക്കിക്കേ. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 22ാമത്തെ ചോദ്യം 2023 നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ പേര് ഈ ഒരു ചോദ്യത്തിൽ കാണില്ല. നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണടാ? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഇവിടെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ നിലവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഉൾപ്പെടാത്തത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ എയിൽ തന്നിട്ടുള്ള എന്താ? മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക. ബി, ജയിൽ സന്ദർശനം. ഓപ്ഷൻ സി, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ഓപ്ഷൻ ഡി, മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ. നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷന് സ്വമേധയാ കേസെടുക്കാനും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്താനും കഴിയും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനുള്ള കഴിവ് ആർക്കില്ല? മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. അവർക്ക് ഗവൺമെന്റിന് ശുപാർശ ചെയ്യാനുള്ള അധികാരം മാത്രമാണ് ഉള്ളത്. ഇങ്ങനെ ഒരു കേസ് ഉണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വസ്തുതകളെല്ലാം അവർ കണ്ടെത്തിയിട്ടുണ്ട്, അതിനുവേണ്ട ശുപാർശ ഗവൺമെന്റിന് ചെയ്യാം. പക്ഷെ അവർക്ക് നേരിട്ട് ഒരാളെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കാനോ ഒന്നും സാധിക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയായിട്ട് വരുന്നത്? മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക എന്ന് പറയുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നതാണ്. ജയിൽ സന്ദർശനം അതും മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിലുള്ളതാണ്. ജയിൽ സന്ദർശിച്ച് മനുഷ്യാവകാശ ലംഘനം അവിടെ നടക്കുന്നുണ്ടോ, ജയിൽ പുള്ളികളാണെങ്കിലും അവർ മനുഷ്യരാണല്ലേ, അവരുടെ അവകാശങ്ങളൊക്കെ സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ലംഘനങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവിടെ ജയിൽ സന്ദർശിച്ച് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നതാണ്. അതുപോലെ ഓപ്ഷൻ സി, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ഒരുപാട് അന്താരാഷ്ട്ര ഉടമ്പടികളും ഇതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുണ്ടെങ്കിൽ അതിൽ റിസർച്ച് നടത്തി ഗവേഷണം നടത്തി വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ പെടുന്നതാണ്. അതുപോലെ ഓപ്ഷൻ ഡിയിൽ മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക. അത് മനുഷ്യാവകാശ കമ്മീഷന് പരിധിയിൽ വരുന്നതല്ല. അങ്ങനെ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കില്ല? മനുഷ്യാവകാശ കമ്മീഷൻ ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വരുന്നത്. അവർക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നത് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഗവൺമെന്റിനോട് പറയാം, അതിനുവേണ്ട ശുപാർശ ചെയ്യാം. പക്ഷേ അവർക്ക് അതൊരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല. അതിനുള്ള അധികാരം മനുഷ്യാവകാശ കമ്മീഷന് ഇല്ല. അപ്പോൾ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരമൊന്നും ഇവർക്കില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് SCRTയിൽ തന്നിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചും അവരുടെ ചുമതലകളെ കുറിച്ചും വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് SCRTയിൽ. ഒന്ന് നോക്കിക്കേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ അന്വേഷണം നടത്തുക. കണ്ടോ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ നമ്മുടെ ഓപ്ഷൻ എയിൽ തന്നിരിക്കുന്നത്? കറക്റ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക. അതായത് കോടതി റിലേറ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള കേസസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കക്ഷി ചേരാൻ സാധിക്കും. അതുപോലെ ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. അവരെന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യാവകാശ ലംഘനവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും വസ്തുതകൾ കണ്ടെത്തുവാണെങ്കിൽ അത് പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മനുഷ്യാവകാശ കമ്മീഷന് ചുമതലയുണ്ട്. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. അത് ആരുടെ ചുമതലയാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, ഇന്റർനാഷണൽ കവനൻസ്, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടി സ്വീകരിക്കാനും ആരുടെ ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ വരുന്നതാണ്. അതുപോലെ നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കുക. അങ്ങനെ അത്
അതിനെക്കുറിച്ചൊരു സ്റ്റഡി ചെയ്ത് നടപടികൾ സ്വീകരിക്കുക, അത് ഗവൺമെന്റിലോട്ട് ശുപാർശ ചെയ്യുക. അല്ലാതെ പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മുടെ ഈ ചുമതലകളിൽ ഒന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു SCERT ഭാഗത്ത് നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതും കൂടി മനസ്സിലാക്കാനാണ് ഇവിടെ ഇതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും പഠിക്കുക. SCERT ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 24ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെയും ശ്രദ്ധിക്കുക, ശരിയായത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന, ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തി ഉണ്ടായിരിക്കും എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രസ്താവന, വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. 3, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 4, കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കണം എന്നും പറയുന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ ശരിയായിട്ടുള്ളത്? ഈ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ നിയമത്തിന് ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഭാരതം മുഴുവനും വ്യാപ്തി ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് ശരിയാണ്. 2, വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലായിരിക്കണം എഴുതേണ്ടത് എന്ന് പറയുന്നത്, അങ്ങനെ അപേക്ഷിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ്. 3, വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ശരിയാണ് കേട്ടോ, ശരിയാണ്. അടുത്ത 4ാമത്തെ എന്താണ്? കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10ൽ കവിയാതെ എത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും എന്ന് പറയുന്നതും ശരിയാണ്. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ 10ൽ കവിയാത്ത എത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഉണ്ടായിരിക്കും എന്നതാണ് ഈ ഒരു വിവരാവകാശ നിയമം 2005 പ്രകാരം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1, 3, 4 അത് ഓപ്ഷൻ ഡിയിലാണ് വരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 25ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. വീണ്ടും കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തതാണ്. ഇത് 2023 ചോദ്യമായതുകൊണ്ട് നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാര്യം പറഞ്ഞിട്ടില്ല. നിലവിൽ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത് വി ഹരി നായർ ആണ് എന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടം എടുത്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏത് രാജ്യത്ത് നിന്നാണ് റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നാണ് റിട്ടുകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ റിട്ടുകൾ എന്ന ആശയം 5 തരത്തിലുള്ള റിട്ടുകൾ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. അത് ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടനിൽ നിന്നുമാണ്. ഇനി ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യയിൽ എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്? 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. നമുക്കറിയാം 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 2002 നടന്ന 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2009 പാസ്സാക്കി നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ SCERTയിൽ തന്നിട്ടുള്ളതാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിയമം പാസ്സാക്കിയെങ്കിലും നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 അപ്പോൾ നോക്കിക്കേ, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A ആർട്ടിക്കിൾ 21A അല്ലെങ്കിൽ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത് 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 ഏപ്രിലാണ് നിയമം പ്രാബല്യത്തിൽ വന്നത്. സോ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തെ പാസ്സാക്കി അല്ലെങ്കിൽ പാർലമെന്റ് അംഗീകരിച്ചുവെങ്കിലും നിലവിൽ വന്നത് എന്നാണ്? 2010 ഏപ്രിൽ 1 എന്ന് ക്ലിയർ ആയിട്ട് ഓർക്കുക.
ക്ലിയർ അല്ലേ? ഏപ്രിൽ 1-നാണ് കേട്ടോ. 2010 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിക്കൊണ്ട് നിലവിൽ വന്നൊരു നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്നത്. SCRT ഫാക്ട് ആണ്. നോക്കുക, 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 21A പ്രകാരം ആണ് ഇത് മൗലിക അവകാശം, വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 പാസ്സാക്കിയെങ്കിലും നിലവിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1-നാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 28ാമത്തെ ചോദ്യം, ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യം പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. മോത്തിലാൽ നെഹ്റു ആണ് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി മോത്തിലാൽ നെഹ്റു ആണ് എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്? കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അറസ്റ്റ് എത്ര നാൾ വരെ നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്? 3 മാസമാണ് കേട്ടോ. 3 മാസമാണ് കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ കുറഞ്ഞ ആ ഒരു കാലാവധി എന്ന് പറയുന്നത് 3 മാസമാണ്. അടുത്ത ചോദ്യം, 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് വിഷയവുമായിട്ടാണ് 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പൊതു താൽപര്യ ഹർജിയാണ്. പൊതു താൽപര്യ ഹർജിയുമായി ബന്ധപ്പെട്ട കേസാണ് 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് എന്ന് പറയുന്നത്. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത് ആരാണ്? അംഷി നാരായണ പിള്ളയാണ് കേട്ടോ. അംഷി നാരായണ പിള്ളയാണ് വരിക വരിക സഹചരി എന്ന ഗാനം രചിച്ചത്. 32ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത്? പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ സമ്മേളനമാണ്. ഓപ്ഷൻ സി, ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. അടുത്ത ചോദ്യം 33, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവൽ ഏതാണെടാ? ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ പ്രമേയമാക്കി രചിച്ച നോവലാണ് ആനന്ദമഠം നോവലാണ്. അടുത്തത് 34ാമത്തെ ചോദ്യം, ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയെ പറയുന്ന പേരെന്താണ്? എന്താണെടാ? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത്. രേഖാംശ രേഖകൾ ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയാണ് രേഖാംശ രേഖ എന്ന് പറയുന്നത്. 35ാമത്തെ ചോദ്യം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി 17ാം വയസ്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ മലാല യൂസഫ്സായി ആണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി 17ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തിയാണ് മലാല യൂസഫ്സായി. അടുത്ത 36ാമത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം റേച്ചൂർ ആണ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ക്ലിയർ അല്ലേ? അടുത്ത 37ാമത്തെ ചോദ്യം, ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ആരാണ്? ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരിയാണ് ശിവജിയാണ് ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി. അടുത്ത ചോദ്യം, കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടു വളർത്തുന്ന രീതി എന്താണ് പറയുന്നത്? ഹരിത ഗൃഹ കൃഷി എന്നാണ് കേട്ടോ. ഗ്രീൻ ഹൗസ് ഫാമിംഗ് ആണ്.
കൊടും തണുപ്പുള്ള ഭയങ്കരമായി തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക തരത്തിലുള്ള മേൽക്കൂര കെട്ടിടങ്ങൾ ഉപയോഗിച്ച് വിളകൾ നട്ടു വളർത്തുന്ന ഒരു രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്. അടുത്ത 39ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 40ാമത്തെ ചോദ്യം, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതേത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇവയെല്ലാം. ഇതിലേതാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നത്? സമത്വത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം മൗലികാവകാശമാണ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം മൗലികാവകാശമാണ് അല്ലേ? ഇതെല്ലാം. അപ്പോൾ ഇവയെല്ലാം അല്ലേ ഉത്തരമായിട്ട് വരുന്നത്? ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇവയെല്ലാം. ഇതെല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്ത ചോദ്യം, 41ാമത്തെ ചോദ്യം, അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണമാണ് ചോദിക്കുന്നത്. അന്തരീക്ഷ താപം, അറ്റ്മോസ്ഫെറിക് ടെമ്പറേച്ചർ ആണ്. പെട്ടെന്ന് തന്നെ കണ്ട ഉടനെ ബാരോമീറ്ററിൽ പോയി കറുപ്പിക്കരുത്. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ് അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം. അപ്പോൾ ബാരോമീറ്റർ എന്താണ്? അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ് ഏത് അളക്കുന്നത്? ബാരോമീറ്റർ അളക്കുന്നത് അറ്റ്മോസ്ഫെറിക് പ്രഷർ ആണ്. അതുപോലെ അനിമോമീറ്റർ എന്താണെടാ? അനിമോമീറ്റർ കാറ്റിൻ്റെ വേഗത അളക്കാൻ ഉപയോഗിക്കുന്നതാണ് അനിമോമീറ്റർ, കാറ്റിൻ്റെ വേഗത. അതുപോലെ വിൻഡ് വെയിൻ എന്തിനു വേണ്ടിയിട്ടാ? കാറ്റിൻ്റെ ദിശ അളക്കുന്നതാണ്, അല്ലെങ്കിൽ കാറ്റിൻ്റെ ദിശ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വിൻഡ് വെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം ഏതാണ്? തെർമോമീറ്റർ ആണ്. അന്തരീക്ഷ മർദ്ദമാണ് ബാരോമീറ്റർ. കാറ്റിന്റെ വേഗത അറിയാൻ ഉപയോഗിക്കുന്നത് അനിമോമീറ്റർ ആണ്. അതുപോലെ വിൻഡ് വെയിൻ കാറ്റിന്റെ ദിശ അറിയാനും. ഇനി 42ാമത്തെ ചോദ്യം, സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. 43ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം ഏതാണ്? ഏത് സമരമാണ് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനും ഒക്കെയുള്ള സമരം നടന്നത്? മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്ന ചാനാർ ലഹളയാണ് കേട്ടോ. ചാനാർ ലഹളയാണ് തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരമാണ് ചാനാർ ലഹള. അടുത്ത 44ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ എ ഹിന്ദ് എന്ന പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത് ആരാണ്? കൈസർ എ ഹിന്ദ് എന്ന് പറയുന്ന പദവി ആർക്കുള്ളതായിരുന്നു? ഗാന്ധിജിയുടേതായിരുന്നു. ഗാന്ധിജി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയ പദവിയാണ് കൈസർ എ ഹിന്ദ്. അതാരായിരുന്നടാ? ഗാന്ധിജി. ഗാന്ധിജിയാണ് ആ ഒരു പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകിയത്. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. താൽക്കാലിക അധ്യക്ഷൻ എന്ന് എടുത്തു ചോദിക്കുവാണെങ്കിൽ സച്ചിദാനന്ദ സിൻഹയും, അല്ല ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ് എഴുതേണ്ടത്. 46ാമത്തെ ചോദ്യം, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? ഒട്ടകം അല്ലെ? ഒട്ടകമാണ് മരുഭൂമിയിലെ കപ്പൽ. 47, മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം എന്താണ്? എന്താണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം? നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? അതെന്താണ് ആ മെസോപ്പൊട്ടോമിയ എന്ന് പറയുന്നത്? നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 48ാമത്തെ ചോദ്യം നോക്കിക്കേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഏതാണ്? INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ് അല്ലെ? ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജി INCയുടെ, അതായത് INC ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ഇത്, ക്വിറ്റ് ഇന്ത്യ സമരം. 49ാമത്തെ ചോദ്യം, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാണ്? ആരാണ് ശാരദാ സദൻ സ്ഥാപിച്ചത്? പണ്ഡിത രമാഭായി ആണ് കേട്ടോ. പണ്ഡിത രമാഭായി ആണ് ശാരദാ സദൻ ബോംബെയിൽ എന്ത് ചെയ്തത്? സ്ഥാപിച്ചത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ശാരദാ സദൻ. ക്ലിയർ അല്ലേ? അടുത്ത 50ാമത്തെ ചോദ്യം,
ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഈജിപ്തിന്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി ഏതാണ്? നൈൽ നദിയാണ്. നൈൽ. അടുത്ത 51ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീര വനിത ആരാണ്? ആരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ഉയർത്തിയ ധീര വനിത എന്ന് പറയുന്നത്? മാഡം ഭിക്കാജി കാമയാണ് കേട്ടോ. മാഡം ഭിക്കാജി കാമ ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിലാണ് ഇന്ത്യക്ക് പുറത്ത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ പതാക ഉയർത്തിയ ധീര വനിത എന്ന് പറയുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗർട്ടിലാണ്. 52ാമത്തെ ചോദ്യം, പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആരാണ്? ലിട്ടൺ പ്രഭുവാണ്. ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. ലിട്ടൺ പ്രഭു, ഓർക്കുക. 53ാമത്തെ ചോദ്യം, വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? നമ്മൾ ഓൾറെഡി അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെട്ടതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A ആണ് അല്ലെ. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശ നിയമം ഉൾപ്പെടുത്തിയത്. അടുത്ത 54ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്നുള്ള പേര് അല്ലേ. അപ്പൊ പെട്ടെന്ന് രാമകൃഷ്ണ പിള്ള ഓപ്ഷൻ എയിൽ തന്നെ ഉണ്ട്, ഓടിപ്പോയി കറുപ്പിക്കാം. പക്ഷെ ശ്രദ്ധിക്കുക, രാജവാഴ്ച, അതായത് തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെക്കുറിച്ചും അനീതികളെക്കുറിച്ചും ഒക്കെ വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അവിടുത്തെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള. അപ്പോൾ ഇവിടുത്തെ സ്ഥാപകൻ ആരാണ്? സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ക്ലിയർ അല്ലേ? അടുത്ത 55ാമത്തെ ചോദ്യം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാക്കുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ്. 56ാമത്തെ ചോദ്യം, പരോക്ഷ നികുതി അല്ലാത്തത് ഏത്? പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ടാക്സ് ആണ് പരോക്ഷ നികുതി. ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പൊ സേവന നികുതിയുണ്ട്, വിനോദ നികുതിയുണ്ട്, വ്യക്തിഗത ആദായ നികുതിയുണ്ട്, പരസ്യ നികുതിയുണ്ട്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? വ്യക്തിഗത ആദായ നികുതി അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇത് ഏതാണടാ? ഡയറക്റ്റ് ടാക്സ് ആണ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതായത് പ്രത്യക്ഷ നികുതിയാണ് ഏത്? നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ പരോക്ഷ നികുതി അല്ലാത്തത് ഏതാണ്? വ്യക്തിഗത ആദായ നികുതി, ഇൻകം ടാക്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത 57ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം. PSC ഒത്തിരി തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്, SCRT ചോദ്യമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയുടെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏത് ഭൂപ്രകൃതി വിഭാഗമാണെന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ധാതുക്കളുടെ കലവറ, ധാന്യപുര അല്ലെങ്കിൽ ഭക്ഷ്യ കലവറ എന്നൊക്കെ പറയുന്നത് ഏതാണ്? നമ്മുടെ ഉത്തര മഹാസമതലമാണ്. അടുത്ത 58ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനത്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത്? ഝാർഖണ്ഡിലാണ് കേട്ടോ. ഝാർഖണ്ഡിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത 59ാമത്തെ ചോദ്യം, പാതിര കൊക്കിന്റെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? പാതിര കൊക്കിന്റെ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ് കേട്ടോ. കുമരകം പക്ഷി സങ്കേതമാണ്. പാതിര കൊക്കിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കുമരകമാണ്. 60ാമത്തെ ചോദ്യം, വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത്? കറണ്ട് അഫയേഴ്സ് ഫാക്ട് ആണ്. ഏത് പുഴയുടെ ആണ്ട? വറ്റി വരണ്ടുപോയ ഒരു പുഴയാണ്. ആ പുഴയെ വീണ്ടും അതിന്റെ നീരൊഴുക്ക് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പുഴയുടെ പേരാണ് കൊടുങ്ങരപ്പള്ളം പുഴ. കൊടുങ്ങരപ്പള്ളം പുഴയാണ് വറ്റി വരണ്ടു പോയൊരു പുഴയാണ്. ആ പുഴയുടെ നീരൊഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്ങരപ്പള്ളം പുഴയുടേതാണ്.
61ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? പെരികാർഡിയം എന്ന ഇരട്ട സ്തരം ഹൃദയത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്ന ഒരു ഇരട്ട സ്തരമാണ് പെരികാർഡിയം. ഹൃദയത്തെയാണ് കേട്ടോ. 62ാമത്തെ ചോദ്യം, അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി PSC ക്യാൻസൽ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം. ഇവിടെ ക്ഷയം, ഡിഫ്തീരിയ, കുഷ്ഠം, ചിക്കൻ പോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയായ ഒരു ഉത്തരം ഇല്ലാത്തത് കാരണമാണ് PSC ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തത്? ക്യാൻസൽ ചെയ്തത്. അടുത്ത 63ാമത്തെ ചോദ്യം, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ജീവകം എ, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? നിശാന്തതയാണ് വൈറ്റമിൻ എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗം. 64ാമത്തെ ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ഏത്? ടാർട്രസിൻ. ടാർട്രസിൻ എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു രാസവസ്തുവാണ് ടാർട്രസിൻ എന്ന് പറയുന്നത്. 65ാമത്തെ ചോദ്യം, കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏത്? PSC പദ്ധതികൾ ചോദിക്കാറുണ്ട് അല്ലെ. അപ്പോൾ കേരളത്തിലെ പ്രമേഹ രോഗികളായിട്ടുള്ള BPL വിഭാഗത്തിലുള്ള മുതിർന്ന പൗരന്മാർക്ക്, സീനിയർ സിറ്റിസൺസിന് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഇവിടെ വയോ അമൃതം പദ്ധതിയും വയോമധുരം പദ്ധതിയും തമ്മിൽ കൺഫ്യൂസിങ് ആവരുത്. വയോമധുരം പദ്ധതി ഈ BPL വിഭാഗത്തിലുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന ഒരു പദ്ധതിയാണ്. വയോ അമൃതം എന്ന് പറയുന്നത് ഈ സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് തന്നെ അവരുടെ മെഡിക്കൽ ഫെസിലിറ്റീസും അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയറും ഒക്കെ മുതിർന്ന പൗരന്മാർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെയുള്ള സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി എന്ന് പറയുന്നത്. വയോമധുരം ഈ മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ്. BPL വിഭാഗത്തിലുള്ളവർക്കാണ് എന്നുകൂടി ഓർക്കുക. അടുത്ത 66ാമത്തെ ചോദ്യം, പപ്പായയുടെ ജന്മദേശം ഏതാണ്? പപ്പായയുടെ ജന്മദേശം? അമേരിക്കയാണ് പപ്പായയുടെ ജന്മദേശം എന്ന് പറയുന്നത്. അടുത്ത 67ാമത്തെ ചോദ്യം, നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ്? ആരാണ് നെൽച്ചെടിയിലെ പരാഗണകാരി? കാറ്റാണ് നെൽച്ചെടിയിലെ പരാഗണകാരി എന്ന് പറയുന്നത്. നെൽച്ചെടിയിലെ പരാഗണകാരി ആരാണ്? നെല്ല് ചെടിയിലെ പരാഗണകാരി കാറ്റ് ആണ് എന്ന് ഓർക്കുക. ക്ലിയർ അല്ലേ? അടുത്ത 68ാമത്തെ ചോദ്യം, കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്നാണ് ഓഖി ദുരന്തം ഉണ്ടായത്? ഓർമ്മയുണ്ടോ ആ ഡേറ്റ്? ഒരുപാട് നാശനഷ്ടം ഉണ്ടായ ഒരു ദുരന്തമായിരുന്നു ഓഖി അല്ലേ. അതെന്നായിരുന്നു? 2017 നവംബർ 29-നാണ് ഓഖി ദുരന്തം ഉണ്ടായത്. 2017-ലാണ് ഓഖി ദുരന്തം. നവംബർ 29-നായിരുന്നു ഓഖി ദുരന്തം നടന്നത്. അപ്പോൾ ഓർക്കുക, കേരളത്തിൽ വൻ നാശനഷ്ടം ഉണ്ടാക്കിയ ഓഖി ദുരന്തം എന്നായിരുന്നു? 2017 നവംബർ 29. അടുത്ത 69ാമത്തെ ചോദ്യം, ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? ചന്ദ്രശങ്കര തെങ്ങിന്റെ ആണ് കേട്ടോ. തെങ്ങിന്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സവാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് കേട്ടോ. തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 71ാമത്തെ ചോദ്യം, ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം ഏതാണ്? ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണം. അടുത്ത 72ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഏതിൻ്റെയാണ്? സിങ്ക് ആണ് അല്ലേ. സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഇത് പഠിച്ചു വെക്കാൻ വേണ്ടി ഞാൻ ഓർത്തു വെച്ചിരിക്കുന്ന കോഡ്, സിങ്കിലിട്ടാണല്ലോ നമ്മൾ കലമൊക്കെ കഴുകുന്നത്. അപ്പോൾ സിങ്കിന്റെ അയിര് എന്ന് പറയുന്നത് കലാമിൻ ആണ് എന്ന് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് ചോദിച്ചാൽ സിങ്കിന്റെ അയിരാണ് കലാമിൻ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ SCERT-യിൽ 10ാം ക്ലാസ്സിലെ ബുക്കിൽ തന്നിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. ലോഹം, അലുമിനിയം ഏതാണ്? ലോഹത്തിന്റെ അയിര് ഏതാണടാ? ബോക്സൈറ്റ് ആണ്. അതിന്റെ രാസസൂത്രവും തന്നിട്ടുണ്ട്. നോക്കുക, അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അതുപോലെ അയൺ, ഇരുമ്പ്, അതിന്റെ അയിര് ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ആണ്. അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അയിര് എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈറ്റ്. കോപ്പറിന്റെ ഏതാണ് അയിര്? കോപ്പർ പൈറൈറ്റ്സ് അല്ലെങ്കിൽ
കുപ്രേറ്റ്. കോപ്പർ പൈറൈറ്റ്സ് അല്ലെങ്കിൽ കുപ്രേറ്റ് ആണ് കോപ്പർ അഥവാ ചെമ്പിന്റെ അയിര് എന്ന് പറയുന്നത്. സിങ്കിന്റെ ഏതാണ്? സിങ്ക് ബ്ലൻഡും കലാമിൻ. സിങ്ക് ബ്ലൻഡും കലാമിനുമാണ് സിങ്കിന്റെ അയിരുകൾ. അപ്പോൾ ഓർക്കുക, അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. അയണിൻ്റെത് ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കോപ്പറിൻ്റെത് കോപ്പർ പൈറൈറ്റ്സും അതുപോലെ കുപ്രൈറ്റുമാണ്. സിങ്കിൻ്റെത് സിങ്ക് ബ്ലെൻഡും കലാമിനുമാണ് അയിരുകൾ എന്ന് ഓർക്കുക. PSC റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് കേട്ടോ, അയിരുകളും ലോഹങ്ങളും. അടുത്തത്, ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണടാ? ഗ്രൂപ്പ് 18 ആണ്. 18ാമത്തെ ഗ്രൂപ്പിലാണ് അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഇതും SCRT ആണ്. SCRT എക്സ്പെരിമെന്റ്സ് ഒക്കെ തരാറുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നിട്ടുള്ളതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ. അതിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ് കേട്ടോ. ഓക്സിജൻ വാതകമാണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം എന്ന് പറയുന്നത് ഏതാണ്? ഓക്സിജൻ ആണ്. അടുത്ത 75ാമത്തെ ചോദ്യം, വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിട്ടുണ്ട്. ഇതിൽ ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം മിക്സ് ചെയ്യേണ്ടത്, കുമ്മായം ചേർക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത മണ്ണിനങ്ങളുള്ള pH മൂല്യങ്ങളുള്ള മണ്ണിനങ്ങളിൽ 3 pH വാല്യൂ വരുന്ന മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്. pH വാല്യൂ 3 വരുന്ന മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത് എന്ന് ഓർക്കുക. അടുത്ത 76ാമത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് 27 ദിവസം, 27 1/3 ദിവസമാണ് ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ദിവസം എന്ന് പറയുന്നത്. 77ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏതാണ്? ഏത് ആണ് ദോലനവുമായി ബന്ധപ്പെട്ട ചലനം? ദോലനം എന്നാൽ എന്താണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി 2 വശത്തേക്കും ചലിക്കുന്നതിനെയാണ് ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ആ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഉദാഹരണത്തിൽ ഏതാണ് തന്നിട്ടുള്ളത്? ഊഞ്ഞാലിന്റെ ചലനമാണ് അല്ലെ. ഊഞ്ഞാൽ എങ്ങനെയാണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയാണ് ചലിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഊഞ്ഞാലിന്റെ ചലനമാണ് ദോലനവുമായി ബന്ധപ്പെട്ട ചലനത്തിൽ പറയാനായിട്ട് കഴിയുന്നത്. അടുത്തത്, മറ്റ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, എയ്തുവിട്ട അമ്പിന്റെ ചലനം എന്ന് പറയുന്നത് നേർരേഖയിലുള്ള ചലനമാണ് അല്ലെ. നമ്മളൊരു അമ്പ് എയ്ത് വിട്ട് കഴിഞ്ഞാൽ അത് നേർരേഖയിലായിരിക്കും ചലിക്കുന്നത്. ജൈന്റ് വീലിന്റെ ചലനം അത് റൊട്ടേഷൻ ആണ്. അതുപോലെ തന്നെ എന്താണ്? റോക്കറ്റിന്റെ ചലനം. ഇവ ഒന്നും ദോലനത്തിന് ഉദാഹരണമല്ല. അപ്പം ദോലനത്തിന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഊഞ്ഞാലിന്റെ ചലനമാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം 78ാമത്തെ, വിവിധ തരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏവ എന്നാണ് ചോദിക്കുന്നത്. വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. എയും സിയും ബിയും സിയും ഇവയിലൊന്നുമല്ല എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കോൺകേവ് ദർപ്പണത്തിന്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്ന ഇവയെല്ലാം പരിഗണിക്കാം. അത് നമ്മുടെ ഓപ്ഷനിൽ ഇല്ലാത്തത് കാരണം ഇവയിലൊന്നുമല്ല എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 79ാമത്തെ ചോദ്യം, തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ സംവഹനം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത 80ാമത്തെ ചോദ്യം, വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏതാണ്? തിരുവാതിര നക്ഷത്രമാണ് കേട്ടോ. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു 160/2023 GK പോർഷനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. SCRT ഫാക്ട്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സെഷൻ ഉപയോഗപ്രദമായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ കമന്റ് ചെയ്യുക. അതോടൊപ്പം ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇനി നമുക്ക് കമന്റിൽ രേഖപ്പെടുത്തുക. എന്തെല്ലാം സജഷൻസ് ആണോ നിങ്ങൾക്ക് പറയാനുള്ളത് അതെല്ലാം പറയുക. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു സെഷനിലേക്ക് കാണുന്നത് വരേക്കും താങ്ക് യു.